എല്ലാ ആത്മമിത്രങ്ങൾക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ലിമ പത്മനാഭ. നമുക്ക് ആധ്യാത്മികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈശ്വരനെ പറ്റിയുള്ള അറിവാണോ, മതപരമായ അറിവുകളാണോ? ഇങ്ങനെ കുറേ സംശയങ്ങൾ. പക്ഷെ ഇതൊന്നും അല്ലാതെ സ്പിരിച്വൽ അവേക്കനിങ് എന്ന് പറയുന്നൊരവസ്ഥയുണ്ട്. നമ്മൾ ആത്മബോധത്തിലേക്ക് ഉണരുക, അല്ലെങ്കിൽ ആത്മീയമായ ഒരു ഉണർവ് കിട്ടുന്ന അവസ്ഥ, ഒരു ആത്മീയ പ്രബോധനം നമ്മൾക്ക് ഫീൽ ചെയ്യുന്ന ഒരവസ്ഥ. അതാണ് സ്പിരിച്വൽ അവേക്കനിങ് എന്ന് പറയുന്നത്. ചിലർ അതിനോട് അവന് വട്ടാന്ന് പറയും, ചിലരുടെ ആൾക്കാർ കാണുമ്പോൾ, ചില ആക്ഷൻസ് കാണുമ്പോൾ. ചില സ്പിരിച്വൽ അവേക്കനിങ് ഉള്ളവർ ഒത്തിരി പേര് നമ്മൾ കാണുന്നവർ അവന് വട്ടാണോ, അവന് ഭ്രാന്താണോ, അവനെന്താ നോർമലായിട്ട് പെരുമാറുന്നത്? നമ്മൾ കാണുന്ന നോർമലായ അവസ്ഥകളിലായിരിക്കില്ല പലപ്പോഴും അവരുടെ പ്രതികരണങ്ങൾ. പക്ഷെ ഒരു കോമൺ ആയിട്ട് നമ്മളിൽ എത്ര പേർ ഒരു സ്പിരിച്വൽ അവേക്കൻഡ് ആണ് എന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊന്ന് നോക്കി അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ കാര്യം, തനിച്ചിരിക്കുമ്പോൾ എപ്പോഴും ഭയങ്കര ആനന്ദമായിരിക്കും. ചിലർ ചോദിക്കാറുണ്ട്, നീ ഒറ്റയ്ക്ക് കഴിയുമ്പോൾ നിനക്കൊരു പേടിയില്ലേ, നിനക്കൊരു പ്രയാസമില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് പേരോട് ചോദിക്കുന്നതും ഞാനും കേട്ടിട്ടുണ്ട്. അങ്ങനെ തനിച്ചിരിക്കുമ്പോൾ പേടി വരില്ലേ, തനിച്ചിരിക്കുമ്പോൾ ഭയമില്ലേ, അല്ലെങ്കിൽ ബോറടിക്കില്ലേ? ഈ അവസ്ഥകളൊന്നുമല്ലൊരവസ്ഥ. അവരെ ഈ സ്പിരിച്വൽ അവേക്കൻഡായ ആൾക്കാർക്ക് ഇതൊന്നും ബാധകമല്ല. അവർ സദാ ആനന്ദത്തിലായിരിക്കും. അവർ പരബ്രഹ്മവുമായിട്ടുള്ള ആ ഒരു ബന്ധം എപ്പോഴും ജീവാത്മാവ് നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒരു മാനസികാവസ്ഥയിലായിരിക്കും. അത് സ്പിരിച്വൽ അവേക്കനിങ്ങിൻ്റെ ഏറ്റവും പ്രധാനമായ ഒരവസ്ഥ തന്നെയാണ്. അവർ തനിച്ചിരുന്നാൽ ഒരിക്കലും അവർക്ക് ബോറടിക്കില്ല, സമയം പോകുന്നില്ല, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഓൾവേസ് ദേ ആർ ഹാപ്പി വെൻ എലോൺ. ഒറ്റയ്ക്കിരിക്കുമ്പോൾ അവർക്ക് ഭയങ്കര ആനന്ദമായിരിക്കും. അതാണ് ഒന്നാമത്തെ നമുക്ക് പറയേണ്ടത്. പിന്നെ രണ്ടാമത്തെ പറയുകയാണെങ്കിൽ കാരുണ്യമാണ്. മനുഷ്യരുടെ മനസ്സ് മുഴുവൻ കാരുണ്യമായിരിക്കും. സഹജീവികൾക്ക് ഒരു വേദന വന്നാൽ, വിഷമം വന്നാൽ അവരുടെ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ എന്ന് വിചാരിച്ച് ഒരുപാട് ഒരു സഹായം ചെയ്തു കൊടുക്കുന്ന അവസ്ഥ, അത് എമ്പതി എന്ന് പറയും. സിമ്പതി അല്ല, എമ്പതിയാണ്. എന്നിട്ട് ഒരമ്മ കുഞ്ഞിനെ വളർത്തി കൊണ്ടുവരുമ്പോൾ ഈ കുട്ടി വലുതായി എനിക്ക് എന്ത് തിരിച്ചു തരും എന്നൊരു പ്രതീക്ഷയിലല്ലല്ലോ. ദറ്റ് ഈസ് കോൾഡ് അൺകണ്ടീഷണൽ ലവ്. ഒരമ്മയുടെ സ്നേഹത്തിനാണ് നമ്മൾ അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്നത്. ആ അൺകണ്ടീഷണൽ ലവ് ടു ദ യൂണിവേഴ്സ് ഇങ്ങനെയുള്ള സ്പിരിച്വലി അവേക്കൻഡായ ആൾക്കാർക്ക് ഉണ്ടാവും. അവരെങ്ങനെയായിരിക്കും? അവർക്ക് സഹജീവികൾക്ക് നമ്മൾ വേദനിക്കും പോലെ അതിന് വേദനിക്കും. ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളും ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഗമാണ്. അവരിലും നമ്മളിൽ നിറഞ്ഞിരിക്കുന്നത് ഒരേ ശക്തിയാണ് എന്നൊരു തിരിച്ചറിവ് വരുമ്പോൾ അവർക്ക് ഒന്നിനെയും ഹിംസിക്കാനോ, ഒന്നിനെയും ഉപദ്രവിക്കാനോ, ഒന്നിനെയും വേദനിപ്പിക്കാനോ സാധിക്കാതെ വരുന്ന ഒരവസ്ഥയാണ്. അതാണ് എമ്പതി എന്ന് പറയും. നമ്മൾ അവർക്ക് കാരുണ്യം ചെയ്തു കൊടുക്കുന്നു, പക്ഷേ ഒന്നിനെ നമ്മൾ ഉപദ്രവിക്കുന്നില്ല, ഒന്നിനെ നമ്മൾ ഹിംസിക്കുന്നില്ല. അതാണ് അഹിംസ. ഒരു പരമമായ തത്വമാണ് സ്പിരിച്വൽ അവേക്കനിങ്. പിന്നെ ഒന്ന് പറയുന്നതാണ്, നമ്മൾ പ്രപഞ്ചം നമുക്ക് പല പല സയൻസ് കാണിച്ചു തരും. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടാവും ഒരു ചെടി, അതിൻ്റെ പൂക്കളോടുകൂടി നമ്മൾ വെൽക്കം വെൽക്കം ഏസ് വെൽക്കം എന്ന് പറഞ്ഞാൽ ആനന്ദിച്ച് തലയാട്ടുന്നുണ്ടാവും. നമ്മൾ പലപ്പോഴും ഫീൽ ചെയ്യുന്നൊരു കാര്യമാണ് അല്ലേ? പിന്നെ ഒന്നാണ് ബട്ടർഫ്ലൈസ്. നമ്മൾ മുട്ടി ഒരുമി സന്തോഷത്തോടെ വരും. ഇവിടെ പോയാലും ബട്ടർഫ്ലൈസ് ആയിരിക്കും. അതൊരു ഭയങ്കര ആനന്ദമാണ്. അതിനെ ഒരുമിച്ച് നമ്മൾ കാണുന്നത് പല കളറിലുള്ളത്, വെള്ള, മഞ്ഞ, ഡിഫറെൻറ്റ് കളേഴ്സ്, ഇതൊക്കെ വന്നിട്ട് ബട്ടർഫ്ലൈസ് ആവും. അപ്പം നമ്മൾക്കെന്താ, ഈ ലോകം എന്ത് വിശാലമാണ്, ഈ പ്രപഞ്ചം എത്ര സുന്ദരമാണ്. നമ്മൾ എവിടെ നോക്കിയാലും സൗന്ദര്യങ്ങളാണ്. പ്രപഞ്ചത്തിൻ്റെ സൗന്ദര്യം അതുമാത്രം നമുക്ക് കാണാനുള്ളൂ. അതൊരു സ്പിരിച്വൽ അവേക്കനിങ്ങിൻ്റെ ഒരു ലക്ഷണം തന്നെയാണ്. നമ്മൾ ആ ലെവലിലേക്ക് ഉയർന്നവർക്ക് മാത്രമേ ആ ഒരു അവസ്ഥയിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഏറ്റവും വിഷമങ്ങളൊക്കെ വരുമ്പോൾ നമുക്കെല്ലാം മറന്ന് സന്തോഷിക്കാൻ വേണ്ടി എവിടെയാണ് പോകേണ്ടത്, ഏത് സ്ഥലത്ത് പോയാലാണ് നമുക്ക് ഒരു സമാധാനം കിട്ടുക, അല്ലെങ്കിൽ ഒരു ആശ്വാസം കിട്ടുക എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യം, മനസ്സിൽ ആനന്ദം നിറയ്ക്കുക.
നിങ്ങളുടെ ഉള്ളിൽ ഉള്ള നിങ്ങളെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് ആനന്ദിച്ചാൽ നമുക്ക് ഈ പ്രപഞ്ചത്തിൽ കാണുന്നിടത്തൊക്കെ ആനന്ദമാണ്. അല്ലാതെ മനസ്സിൽ പ്രയാസവും കൊണ്ട് ഏത് ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് ഉല്ലസിക്കാൻ പറ്റുന്ന സ്ഥലത്ത് പോയാലും നമ്മൾക്ക് മാനസിക ഉല്ലാസം കിട്ടുന്നില്ല. നമുക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലായാലും നമുക്ക് പ്രപഞ്ചം ഒരു സ്പിരിച്വൽ അവേക്കനിങ് ഉള്ള ആൾക്ക് ഏറ്റവും കുഞ്ഞു കാര്യങ്ങളും പ്രപഞ്ചത്തിൽ ആനന്ദം കാണാൻ പറ്റുന്നുണ്ടാവും. പിന്നെ ഒന്ന്, നമ്മൾ ഈ മറ്റുള്ളവരുടെ പരിവേദനവും പരാതിയും പ്രയാസവും പ്രശ്നങ്ങളും ഇതിലൊന്നും നമുക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല. ഈ കുഞ്ഞു കുഞ്ഞു സില്ലി മാറ്റേഴ്സിലാവും അങ്ങനെയാണോ, ശരി 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 ഇങ്ങനെ വെച്ച് നമ്മളങ്ങ് പോകും. അവർ പറയുന്നത് നമ്മൾ കേൾക്കാതിരിക്കുന്നില്ല, ബട്ട് വി ആർ നോട്ട് ഗോയിങ് ടു ദി ഡെപ്ത് വിത്ത് ദാറ്റ് സബ്ജക്റ്റ്. നമ്മൾ അതിലേക്ക് ഇറങ്ങിച്ചത് അങ്ങനെ പറഞ്ഞോ, എന്നിട്ട് പിന്നെന്തുണ്ടായി, ഇങ്ങനെയുള്ള ഒരു ചോദ്യങ്ങളും നമ്മുടെ ഭാഗത്ത് നിന്ന് വരില്ല. ഓക്കെ അങ്ങനെ സംഭവിച്ചോ, ശരി ശരി ഇങ്ങനെ പറഞ്ഞിട്ട് അവർക്കൊരാശ്വാസം കൊടുക്കാനായിരിക്കാം നമ്മുടെ അടുത്ത സ്റ്റെപ്പ്. അതൊരു സ്പിരിച്വൽ അവേക്കനിങ് ഉള്ള ഒരാൾക്ക് മാത്രമേ ആ ലെവലിൽ ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതൊക്കെ ലോക നടപ്പാണ്, പലതും നടക്കും. അങ്ങനെ ഒരാൾ പറയുന്നതിനോട് നമ്മൾ കൂടുതൽ ആഴത്തിൽ ഇറങ്ങി നമ്മളതിനകത്ത് വിശകലനം ചെയ്യാൻ നമുക്കൊരു താല്പര്യം ഉണ്ടാവില്ല. കാരണം നമുക്ക് വേറെ ആനന്ദമുണ്ട്, നമുക്ക് വേറെ ചെലവഴിക്കാൻ സമയം നമ്മളിലിരിക്കുന്നത് പ്രപഞ്ചനാഥനുമായിട്ടുള്ള ബന്ധത്തിലാണ്, ആ കോണ്ടാക്ട്സിലാണ്. അതുകൊണ്ട് നമുക്കിതിനൊക്കെ ഒരു സില്ലി മാറ്ററായിട്ട് തോന്നാം. പിന്നെ മറ്റൊന്ന്, നമ്മളെപ്പറ്റി അവരെന്ത് വിചാരിക്കും, നമ്മളെപ്പറ്റി അവരെന്തായിരിക്കും ചിന്തിക്കുക, എന്നെപ്പറ്റി എന്തായിരിക്കും അവൻ്റെ അഭിപ്രായം, ഇങ്ങനെയുള്ള ബോധറേഷനൊന്നും സ്പിരിച്വലി അവേക്കൻഡായ ആൾക്കാർക്ക് ഉണ്ടാവില്ല. കാരണം എന്താണെന്നറിയോ, കാരണം ഐ നോ മീ, എനിക്ക് എന്നെ അറിയാം, ഞാൻ ഇങ്ങനെയൊക്കെയാണ്. ബട്ട് ഐ ലവ് മീ, എനിക്കറിയാം ഞാൻ ആരാണെന്ന്. അപ്പം മറ്റൊരാൾ എന്നെപ്പറ്റി എന്ത് ധരിച്ചാലും എനിക്കത് പ്രശ്നമില്ല. കാരണം ഓരോരുത്തരും ഓരോ കാഴ്ചപ്പാടിലായിരിക്കും ഒരു വ്യക്തിയെ കാണുന്നത്. വാട്ട് ഈസ് ഓഫ് വാല്യൂ ആൻഡ് വിസ്ഡം ടു വൺ മാൻ സീംസ് നോൺസെൻസ് ടു അനദർ. വേറെ ആൾക്കത് ഇഷ്ടമായിരിക്കും, ഒരാളുടെ ഇഷ്ടമായിരിക്കില്ല വേറൊരാളുടെ ഇഷ്ടം. ഒരു ആളെ വ്യക്തിയുടെ തന്നെ സൗന്ദര്യം വേറൊരാളുടെ കണ്ണിലാണെന്ന് നമ്മൾ പറയും അല്ലേ. അതേപോലെ ഓരോരുത്തരുടെ വ്യക്തിയുടെ അവരുടെ ഡീഡ്സ്, അവരുടെ ഓരോ ആക്ഷൻസ്, ഇതൊക്കെ തന്നെ ഒരാളെപ്പറ്റി അഭിപ്രായം പലതരത്തിലാവുന്നത് പല ആൾക്കാരുടെ ഓരോരോ വേവ് ലെങ്ത് അനുസരിച്ചത് മാറുന്നത് കൊണ്ടാണ്. പക്ഷേ സ്പിരിച്വലി അവേക്കൻഡായ ഒരു വ്യക്തി ഇതിലൊന്നും ബോധയുടെ അല്ല. ഒരാൾ വന്ന് പറയുമോ നിങ്ങളെന്ത് ഭംഗിയായി കാണാൻ, സേ സംതിങ്സ് വാട്ട് ഐ ഡോണ്ട് നോ പ്ലീസ് എന്ന് നമ്മൾ പറയാം. അല്ലെ പറയും ഇതെന്തൊരു ബോറാണ് നിങ്ങൾ ഈ വേഷം കെട്ടി നടക്കുന്നത്, എന്തിനാണ് നിങ്ങളുടെ ആ ദേഷ്യപ്പെട്ട മുഖം കാണുമ്പോഴേക്കും ഒരു തുക്കരിച്ച കണ്ണും എന്നൊക്കെ പറയുമ്പോൾ സേ സംതിങ് വാട്ട് ഐ ഡോണ്ട് നോ പ്ലീസ് എന്ന് പറഞ്ഞ് കൂളായിട്ട് ആ സ്പിരിച്വലി അവേക്കൻഡായ ആൾക്കാർക്ക് അത് ഫേസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഒരു പോയിൻ്റ്. ഇനി അടുത്ത പോയിന്റിൽ കിടക്കുകയാണെങ്കിൽ, ഒരാളെയും നമ്മൾ ജഡ്ജ് ചെയ്യുന്നില്ല. നമ്മൾ സാധാരണ എന്താ ഓരോരുത്തരും നമ്മൾ ജഡ്ജ് ചെയ്ത് വെക്കുകയാണ്, പ്രിജുഡിസാണ് ഓരോരുത്തരെ പറ്റി. നമ്മുടെ ഇത് അവൻ ഇങ്ങനെയാണ്, അവൻ അങ്ങനെയാണ്, എന്തുകൊണ്ടാണ് നമ്മൾ കോൺഷ്യസ് മൈൻഡ് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ജഡ്ജ്മെൻറ്റ് ചെയ്യുന്നത്. നമ്മുടെ കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ 10% ആണ്, ബാക്കി 90% സബ് കോൺഷ്യസ് മൈൻഡാണ്. ഈ കോൺഷ്യസ് മൈൻഡ് മാത്രമാണ് ലോജിക്കായിട്ട് ചിന്തിക്കുന്നതും പറയുന്നതും നമ്മുടെ ഓരോ ഫോം ചെയ്യുന്നതും തോട്ട് പാറ്റേൺ അല്ല. അപ്പോൾ നമ്മൾ അത് വെച്ചുകൊണ്ടാണ് ഈ ഓരോരുത്തരെ അളക്കുന്നത്. വാട്ട് റൈറ്റ് ഫോർ അസ് ടു ജഡ്ജ് അതേഴ്സ്. സോ ഈ സ്പിരിച്വലി അവേക്കൻഡായ ആൾക്കാർ ഒരിക്കലും ഒരാളെയും ജഡ്ജ് ചെയ്യില്ല. എനിക്കൊന്നൊരു 8 എണ്ണമായി, ഇനി 9ാമത്തെ ഒന്നും കൂടിയുണ്ട്. ഡോണ്ട് എക്സ്പെക്ട് എനിത്തിങ് ഇൻ റിട്ടേൺ. ഈ സ്പിരിച്വലി അവേക്കൻഡായ ആൾക്കാർ ഒരാളിൽ നിന്നും ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കില്ല. ഞാൻ എന്നെക്കൊണ്ടാവുന്നത് ഞാൻ ചെയ്യുന്നു, എന്നെക്കൊണ്ടാവുന്നത് നിനക്ക് ഞാൻ ഹെൽപ്പ് ചെയ്തു തരാം, എന്നെക്കൊണ്ടാവുന്ന പോലെ നിന്നെ ഞാൻ സ്നേഹിക്കാം, എന്നെക്കൊണ്ടാവുന്ന പോലെ ഞാൻ നല്ല പ്രവൃത്തി ചെയ്യാം. പക്ഷേ തിരിച്ച് ഇത് കിട്ടണം എന്നുള്ളത് ഞാൻ പ്രതീക്ഷിക്കുന്നതേ ഇല്ല. നീ എന്നെ സ്നേഹിക്കുകയോ നീ എന്നെ സ്നേഹിക്കാതിരിക്കുകയോ എന്ത് ചെയ്താലും ഐ ഡോണ്ട് ബോദർ, ഇറ്റ്സ് ഈക്വൽ ടു മീ. ഭഗവാൻ തന്നെ ശ്രീകൃഷ്ണൻ സ്വാമി ഭഗവത്ഗീതയിൽ അർജുനോടും പറയുന്നു, നിന്ദയായാലും സ്തുതിയായാലും മാനാപമാനമായാലും ജയവിജയങ്ങളായാലും സ്പിരിച്വലി അവേക്കൻഡായ ഒരു വ്യക്തിക്ക് തുല്യമായിരിക്കും. എപ്പോഴും അതൊരവസ്ഥ, അവർക്കൊരു പ്രശ്നമേ അല്ല. അപ്പോൾ ഇതൊക്കെയാണ്
ഒരു ബേസിക്കാണ് നമ്മൾ പറയുകയാണെങ്കിൽ സ്പിരിച്വലി അവേക്കൻഡായ ഒരാൾക്കുള്ള ഓരോരോ പ്രത്യേകതകൾ. അപ്പം നമ്മൾക്ക് ഓരോരുത്തർക്കും നമ്മളെ തന്നെ ഒന്ന് വിശകലനം ചെയ്ത് നോക്കാം. നമ്മൾ സ്പിരിച്വലി അവേക്കൻഡാണോ? ഓരോ മനുഷ്യജന്മത്തിൻ്റെയും ഉദ്ദേശശുദ്ധി സ്പിരിച്വലി അവേക്കൻഡ് ആവുക എന്നുള്ളത് തന്നെയാണ്. അതിലേക്ക് നമ്മൾ എത്തുന്നുണ്ടോ? നമ്മൾക്കത് സാധിക്കുന്നുണ്ടോ? ആ മാനസിക തലത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ഓരോരുത്തർക്കും വിശകലനം ചെയ്യാം. നിങ്ങൾ എല്ലാവരും സ്പിരിച്വലി അവേക്കൻഡ് ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവർക്കും എല്ലാ വിജയങ്ങളും, എല്ലാ വിജയാശംസകളും ഞാൻ നേരുന്നു. എല്ലാവർക്കും നന്ദി. താങ്ക് യു. ഗോഡ് ബ്ലെസ്.